അപ്പോൾ നമുക്ക് ചട്ടണി ഉണ്ടാക്കാൻ എന്തെല്ലാം ആവശ്യം നോക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ വേണം. പിന്നെ നമുക്ക് വേണ്ടത് 4-5 ചുവന്നുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് പൊട്ടുകടല വേണം, പിന്നെ നമുക്ക് കുറച്ച് കാന്താരി മുളക് വേണം. ഇനി നമുക്കിത് അരയ്ക്കാം. അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ, പൊട്ടുകടല, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക് എന്നിട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മഷി പോലെ അരച്ചെടുക്കാം. ഇനി നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ 2 തണ്ട് കറിവേപ്പില, ഒരു വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് പതുക്കെ പതഞ്ഞ് വന്നാൽ മതി, ഒരുപാട് തിളയ്ക്കണ്ട ഈ ചട്നി. ഇപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ചട്നി പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഞാൻ ഈ ചട്നി ദോശയുടെ കൂടിയാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്കത് ദോശ ഉണ്ടാക്കാം. ഇത് ഞാൻ തലേദിവസം ഉഴുന്നും പച്ചരിയും കൂടെ അരച്ച് വെച്ചതാണ്. ഇതിൻ്റെ ഈ ദോശയും കൂടെ ഉണ്ടാക്കാം. ഇത് പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ദോശ ഓരോന്നായി ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ചട്നി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.